എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ GCDയുടെ പാർക്കിംഗ് സെൻറ്ററിൽ അവിടെ ഒരു ചാർജ് വർദ്ധിപ്പിച്ച് നമ്മൾ വലിയ വാർത്തയാക്കിയിരുന്നു. അതാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതുമായിട്ട് ബന്ധമുണ്ടായില്ല. GCDയുടെ പാർക്കിംഗ് സ്ലോട്ടിലാണ് ഈ വില വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഈ ഇരുചക്ര വാഹനങ്ങൾക്ക് യഥാർത്ഥം 120 രൂപയും കാറുകൾക്ക് 480 രൂപയുമായി അവർ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ അത് ഇരുചക്ര വാഹനങ്ങൾക്ക് ഇപ്പോൾ 65 രൂപയും അതുപോലെ കാറുകൾക്ക് ഇപ്പോൾ 260 രൂപയുമായി. ഒരാശ്വാസമാണ്. നമ്മുടെ ഒരു സമ്മർദ്ദം GCD അതിൻ്റെ അറിയിക്കുന്ന ഗൗരവത്തിൽ എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. താങ്ക് യു GCDയെ. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളും അയച്ചിരുന്നു. പറയാൻ മരിയ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം GCDയുടെ പാർക്കിംഗ് കൊള്ള കഴിഞ്ഞ ദിവസമാണ് 24 പുറത്തുവിടുന്നത്. സാധാരണക്കാർക്ക് ഒരു തിരിച്ചടി എന്ന പോലെയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം GCDയെ കുത്തനെ ആ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഒരു ബൈക്ക് അവിടെ പാർക്ക് ചെയ്യുന്ന, അതായത് ഈ സംഭവം നടക്കുന്ന എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നിട്ടുള്ള ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബൈക്കൊക്കെ ഒരു ദിവസം പാർക്ക് ചെയ്യണമെങ്കിൽ 60 രൂപയാണ് ഉണ്ടായിരുന്നത്. ആ 60 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 120 രൂപയിലേക്കും, കാറുകൾ ഒരു ദിവസം പാർക്ക് ചെയ്യണമെങ്കിൽ 480 രൂപയിലേക്കും ഈ ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നു. അവിടെ എത്തിയതിനു ശേഷം വണ്ടി പാർക്ക് ചെയ്ത് തിരികെ പോകുമ്പോഴാണ് ഈ പാർക്കിംഗ് ഫീസ് ഇത്രയെന്നുള്ള കാര്യം പലരും അറിയുന്നത്. അങ്ങനെയാണ് പലരും 24മായി ബന്ധപ്പെടുകയും തുടർന്ന് 24 ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ പൈസ അത് പകുതിയായിട്ട് കുറച്ചിട്ടുണ്ട്. അത് കുറച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ദിവസം ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 65 രൂപയിലേക്കും, കാർ ഒരു ദിവസം പാർക്ക് ചെയ്യണമെങ്കിൽ അത് 260 രൂപയിലേക്കുമാക്കിയാണ് കുറച്ചിരിക്കുന്നത്. ഇത് ഒരു ടെൻഡറായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിനടുത്തുള്ള ഈ പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അതിന്റെ നിരക്ക് തീരുമാനിക്കുന്നത് GCDയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വിഷയത്തിൽ GCDയെ അടിയന്തര ഇടപെട്ടിട്ടുണ്ട്. വാർത്തയിലേക്ക് പിന്നാലെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. പാർക്കിംഗ് ഫീസ് കുറച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ആശ്വാസകരവുമായിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.